സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, സിഗ്നേച്ചർ, ഇൻകം പ്രൂഫ്. ഇൻകം പ്രൂഫ് ഓപ്ഷനിലാണ്. ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇൻകം പ്രൂഫിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും സെറോദയുടെ ഒഫീഷ്യൽ പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത നമ്മുടെ ഇമെയിൽ വെരിഫിക്കേഷൻ ആണ്. നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ ID നേരിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ് വരുന്നത്. നമ്മുടെ പാൻ കാർഡിലെ നമ്പറും പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ കാർഡിലെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ചൂസ് യുവർ അഡ്രസ്സിന്റെ ഇവിടെ ആസ് പെർ KYC രജിസ്റ്റേർഡ് റെക്കോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആധാർ KYC ആണ് വരുന്നത്. നമ്മൾ കണ്ടിന്യൂ ടു ഡിജി ലോക്കർ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അതിന് തൊട്ട് താഴെ ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ത്തേക്കും ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമ്മുടെ 6 ഡിജിറ്റ് ഡിജി ലോക്കർ പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത് നമ്മുടെ അപ്പം നമ്മളോട് സെറോദ കൺസേൺ ചോദിക്കുന്നുണ്ട്, ആധാർ കാർഡ് പാൻ കാർഡ് ഡീറ്റെയിൽസ് എടുത്തോട്ടെ എന്ന്. അപ്പോൾ അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള അലോ എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പം സെറോദയ്ക്ക് സക്സസ്ഫുള്ളി നമ്മുടെ ഡീറ്റെയിൽസ് ലഭിച്ചതായിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സ്റ്റാറ്റസ് ആണ്. നമ്മുടെ മാരേജ് സ്റ്റാറ്റസ്, ഫാദർ നെയിം, മദർ നെയിം, അതുപോലെ തന്നെ ആനുവൽ ഇൻകം, ട്രേഡിംഗിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മുടെ ജോലി എന്താണ്, അതുപോലെ നമ്മുടെ റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെന്റ് മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ വേണ്ടത്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ട് കണക്കിൽ ബന്ധമുള്ള ആളാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. നമ്മൾ IFSC കോഡ് അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് എൻ്റർ ചെയ്തിട്ട് കൺഫർമേഷനോട് ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ചെക്ക് ബോക്സ് കാണാം, അതും ടിക്ക് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തത് വെബ്കാം വെരിഫിക്കേഷൻ ആണ്. നമുക്ക് മെസ്സേജ് വരുന്ന നമ്പർ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി നമ്മുടെ മുഖവും ഈ നമ്പറും നല്ല രീതിയിൽ കാണത്തക്ക രീതിയിൽ ഒരു സെൽഫി ക്യാപ്ചർ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അടുത്ത് നമുക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ്. ഇൻകം പ്രൂഫ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഓപ്ഷണലാണ്. ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇൻകം പ്രൂഫ്. പിന്നെ സിഗ്നേച്ചർ, നമുക്ക് ഈ കറണ്ട് ടൈമിൽ സിഗ്നേച്ചർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ സൈൻ ചെയ്തിട്ട് ഈ കറണ്ട് ടൈമിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തത് നോമിനി ആഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ്. നമുക്ക് ആഡ് നോമിനി ക്ലിക്ക് ചെയ്തിട്ട് നോമിനിയുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നോമിനി ആഡ് ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോ സ്കിപ്പ് ദിസ് എന്ന് ക്ലിക്ക് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ നോ സ്കിപ്പ് ദിസ് എന്ന് സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്തു. നമുക്കിനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സൈൻ ആണ്. അപ്പം സൈനിന് വേണ്ടി സൈനിങ് തൊട്ട് 3 കണ്ടീഷൻ കാണാം. അതിന്റെ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം സൈൻ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ ഒരു ചെക്ക് ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. ആ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഒരു OTP വരുന്നതായിരിക്കും നമ്മുടെ ഫോണിലോട്ട്. വെരിഫൈ ആൻഡ് സൈൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈൻ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ്, സെറോദയുടെ അക്കൗണ്ട് ഓപ്പണിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ സെറോദ ID യൂസർ ID നമ്മൾ കൊടുത്തിരിക്കണം. നമ്മൾ കൈറ്റ് യൂസ് ചെയ്തിട്ട് ഈ കൈറ്റ് യൂസ് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് യൂസർ ID എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക.